ക്വസ്റ്റ്യൻ. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഓപ്ഷൻസ്: ടെന്നീസ്, ഗുസ്തി, ഷൂട്ടിംഗ്, ജാവലിൻ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ജാവലിൻ. ചോദ്യം: കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? KG ബാലകൃഷ്ണൻ, A. മുഹമ്മദ് മുസ്താഖ്, നിതിൻ മധുകർ ജംദാർ, ആശിഷ് ജിതേന്ദ്ര ദേശായി. ഉത്തരം ഓപ്ഷൻ സി, നിതിൻ മധുകർ ജംദാർ ആണ്. മൂന്നാമത്തെ ചോദ്യം: എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെൻറ്റ് തുടങ്ങിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, മദ്രാസ്. ചോദ്യം: 1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? 1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഓപ്ഷൻ: ഗാന്ധിജി, ലാല ഹർദയാൽ, ലാല ലജ്പത് റായ്, ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ലാല ഹർദയാൽ. അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം: ഇന്ത്യൻ ഒപ്പീനിയൻ, ഇന്ത്യൻ മിറർ, യങ് ഇന്ത്യ, മറാത്ത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മറാത്ത. മറാത്തയാണ് ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ എന്ന് പറയുന്നത്. ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? മറാത്ത. അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം: 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ചോദ്യം: ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻസ്: ലോർഡ് മൗണ്ട്ബാറ്റൻ, ലോർഡ് കാനിങ്, ലോർഡ് വേവൽ, ലോർഡ് ലിൻലിത്ഗോ ആണ് ഉത്തരം. എട്ടാമത്തെ ചോദ്യം: PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? PSC മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവർണർ, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, രാഷ്ട്രപതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, രാഷ്ട്രപതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടമെടുത്തത്? USA, ഫ്രാൻസ്, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, സോവിയറ്റ് യൂണിയൻ. രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ്? രാജ്യസഭ വൈസ് ചെയർമാനാകേണ്ട പ്രായം എത്രയാണ്? 25, 35, 30, 21. ഓപ്ഷൻ സി ആണ് ഉത്തരം, 30. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഉത്തരം. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 35, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 25. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 25. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കൊല്ലം, പയ്യന്നൂർ, ആലപ്പുഴ, പൊന്നാനി. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പയ്യന്നൂർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ഓപ്ഷൻ എ, ശ്രീമൂലം തിരുനാൾ. ഓപ്ഷൻ ബി, ആയില്യം തിരുനാൾ. ഓപ്ഷൻ സി, സ്വാതി തിരുനാൾ. ഓപ്ഷൻ ഡി, ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ആരുടെ അഭ്യർത്ഥന മാനിച്ച് കൊണ്ടാണ് 1932 ഒക്ടോബർ 2 കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? മന്നത്ത് പത്മനാഭൻ, AK ഗോപാലൻ, ഗാന്ധിജി, TK മാധവൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗാന്ധിജി. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ലോർഡ് കൈസൺ, ലോർഡ് വേവൽ, ലോർഡ് റിപ്പർ, ലോർഡ് ഡബർൺ. ഓപ്ഷൻ എ ആണ് ആൻസർ, ലോർഡ് കൈസൺ. 17ാമത്തെ ക്വസ്റ്റ്യൻ: മൂലധനം മുഖപുര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു, കാർൽ മാക്സ്, ദാദാഭായ് നവറോജി, EMS നമ്പൂതിരിപ്പാട്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, EMS നമ്പൂതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 1950 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു.
താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. 19ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ഓപ്ഷൻ എ 153, 153, 143, 163, 151. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 143. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഗുജറാത്ത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ, ബംഗ്ലാദേശിലെ നിയുക്ത പ്രസിഡന്റ്, നോബൽ സമ്മാന ജേതാവ്. ഓപ്ഷൻ എ 2, 3 പ്രസ്താവനകൾ, ബി 3 പ്രസ്താവനകളും ശരിയാണ്, സി പ്രസ്താവന 1 മാത്രം ശരിയാണ്, ഡി 1, 3 പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3 പ്രസ്താവനകളാണ് ശരി. 22ാമത്തെ ചോദ്യം. സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്പോർട്ട് ബോർഡ് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സ്റ്റാൻഡേർഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 23ാമത്തെ ചോദ്യം. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 126, 44, 91, 40. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 40 മെഡലുകളാണ് പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും കൂടി ചേർന്ന് നേടിയത്. 23 ഉത്തരം. ഓപ്ഷൻ ഡി 40. അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? വിമാനവാഹിനി കപ്പൽ, അന്തർവാഹിനി കപ്പൽ, യുദ്ധവിമാനം, മിസൈൽ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മിസൈൽ. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ, ഇതിന്റെ ഭാഗമാണ് ഡക്കൻ പീഠഭൂമി. വിദ്യ, സത്പുര, ആരുവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിന്റെ ഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെയാണ് തെറ്റായ പ്രസ്താവന. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ ആണ് എന്നുള്ളതാണ് തെറ്റായ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ എ 1 തെറ്റായ ഉത്തരം. അതാണ് ഓപ്ഷൻ എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. 26ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ, ബീഹാർ, പാറ്റ്ന, മിസോറാം, ഐസ്വാൾ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നുള്ളത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. അത് ശരിയല്ലാത്ത ഒരു ജോഡിയാണ്. തെലങ്കാനയുടെ തലസ്ഥാനമാണ് ഹൈദരാബാദ്, ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതിയാണ്. അടുത്ത ചോദ്യം. 27ാമത്തെ ചോദ്യം. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. 3 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണെന്നും ഉള്ളത് ശരിയാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്, അതും ശരിയാണ്. അപ്പോൾ 1, 3 ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരപർവ്വത മേഖലയെ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലികളിലാണ്. നാഗ, ഗാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. ആ പ്രസ്താവനയാണ് ഇതിൽ തെറ്റായ പ്രസ്താവനയായി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത്? രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹരിയാന. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട്. അടുത്ത നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. തെറ്റായ പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിന്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് 31ാമത്തെ ചോദ്യം. കേരളത്തിന്റെ കടൽത്തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി ആണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്ക്.
സമുദ്ര തീരം സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏതാണ്? 31. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്, എല്ലാ ഉത്തരങ്ങളും ശരിയാണ്. കേരളത്തിന്റെ കടൽത്തീരം 590 കിലോമീറ്റർ ആണ് വ്യാപിച്ചെടുക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളാണുള്ളത്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജല കൃഷി വികസന ഏജൻസി. എല്ലാ ഉത്തരങ്ങളും എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതെല്ലാം? മതികെട്ടാൻ ചോല വയനാട്, പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം. പാമ്പാടും ചോല ഇടുക്കിയിലാണ്, ആറളം വന്യജീവി സങ്കേതം കണ്ണൂരാണ്. അത് രണ്ടുമാണ് ഈ ചോദ്യത്തിൽ ശരിയായ പ്രസ്താവനകളായിട്ട് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായവ ഏതൊക്കെയാണ്? ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം, കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ കേരളത്തെ സംബന്ധിച്ച്? മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്ക് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനവും അതേപോലെ തന്നെ കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനവുമാണ് കേരളം. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം, തെറ്റായ പ്രസ്താവനയാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്, മലപ്പുറം അല്ല. അപ്പം ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. 33ാമത്തെ ചോദ്യം. അടുത്തത് 34ാമത്തെ ചോദ്യം. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി തുടങ്ങിയവ. തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര. തെറ്റായ പ്രസ്താവനയാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 35ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. വേമ്പനാട്ടുകായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അതാണ് ഉത്തരം. 36ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? പമ്പ കിഴക്കോട്ട് ഒഴുകുന്നു, പാമ്പാർ പടിഞ്ഞാറ്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, പാമ്പാറ് കിഴക്കോട്ടാണ് ഒഴുകുന്നത്, പമ്പ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പം ശരിയായ പ്രസ്താവന കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, ഓപ്ഷൻ സി ആണ് ഉത്തരം. സമനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമായി കേരളത്തിലെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? മലനാട്, ഇടനാട്, തീരപ്രദേശം, സമതലപ്രദേശം. ഇതൊക്കെയാണ്. മലനാടും ഇടനാടും തീരപ്രദേശമാണ് ഉൾപ്പെടുന്നത്. 1, 2, 3 ആണ് ഉൾപ്പെടുന്നത്. അപ്പം 37 ഓപ്ഷൻ എ ആണ് ഉത്തരം. തിരുവല്ല പപ്പൻ എന്നറിയപ്പെട്ടിരുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഓപ്ഷൻ എ ലോങ് ജമ്പ്, ഓപ്ഷൻ ബി 400 മീറ്റർ ഹർഡിൽസ്, ഓപ്ഷൻ സി ഫുട്ബോൾ, ഓപ്ഷൻ ഡി ഹോക്കി. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ഫുട്ബോൾ. 38ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓപ്ഷൻ സി ഫുട്ബോൾ. 39ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്നും അറിയപ്പെടുന്നു. 39ാമത്തെ ക്വസ്റ്റ്യൻ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മഴ ലഭിക്കുന്നത്. ഇടവപ്പാതി എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂണിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ. അപ്പം ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 2 ആണ് ശരി. ഓപ്ഷൻ ബി ആണ് 39 ക്വസ്റ്റ്യന്റെ ഉത്തരം. 40. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീലഗിരി താർ എന്ന പദ്ധതി തുടങ്ങിയ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടാണ് ഉത്തരം. എ ഓപ്ഷൻ എ ആണ് ഉത്തരം. 42. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? സ്കൂൾ വാഹൻ, എഡ്യൂവാഹൻ, വിദ്യാവാഹൻ, പരിവാഹൻ. ഓപ്ഷൻ സി വിദ്യാവാഹനാണ് ശരിയായ ഉത്തരം. 43ാമത്തെ ചോദ്യം. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല? എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല? വയനാട്, ഇടുക്കി, പാലക്കാട്, പത്തനംതിട്ട. ഓപ്ഷൻ എ വയനാടാണ് ഉത്തരം.
44 തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? 1949 ജൂൺ 1, 1949 ജൂലൈ 1, 1948 ജൂൺ 1, 1948 ജൂലൈ 1. ഓപ്ഷൻ ബി ആണ് 1949 ജൂലൈ 1 ആണ് ശരിയായ ഉത്തരം. 45 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? കഥകളി, കൂടിയാട്ടം, ഓട്ടൻതുള്ളൽ, മുടിയേറ്റ്. ഓപ്ഷൻ ഡി മുടിയേറ്റാണ് ശരിയായ ഉത്തരം. 46 നിബന്ധമാല എന്ന കൃതി രചിച്ചതാര്? നിബന്ധമാല എന്ന കൃതി രചിച്ചതാര്? കബീർ, സൂർദാസ്, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ, ഹയാത്ത് ഇ സാദി. ഓപ്ഷൻ സി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് ശരിയായ ഉത്തരം. 47 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? സി ബാലകൃഷ്ണൻ, ടി സി യോഹന്നാൻ, കെ സി എൽസമ്മ, ജിമ്മി ജോർജ്. 47 സി ബാലകൃഷ്ണനാണ് ശരിയായ ഉത്തരം. 48 ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം. ഓപ്ഷൻ എ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഓപ്ഷൻ ഡാറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം, ഓപ്ഷൻ സി ഇൻസ്പേസ്, ഓപ്ഷൻ ഡി സ്പേസ് കിഡ്സ് ഇന്ത്യ. 48 ഓപ്ഷൻ എ ആണ് ഉത്തരം, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 49ാമത്തെ ചോദ്യം 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? സാം കരൻ, ശുഭ്മാൻ ഗിൽ, തുഷാർ ദേശ്പാണ്ഡെ, മുഹമ്മദ് ഷമ്മി. 49 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, തുഷാർ ദേശ്പാണ്ഡെ ആണ് ഉത്തരം. 50ാമത്തെ ചോദ്യം ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായരാണ് ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത്. 51ാമത്തെ ചോദ്യം ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്. 51ാമത്തെ ചോദ്യം 2021 ജൂൺ 21, 2021 ജൂൺ 22, 2021 സെപ്റ്റംബർ 22, 2021 ജൂലൈ 14. 51ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 2023 ജൂലൈ 14 മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? VK മോഹൻ കമ്മീഷൻ, VP ജോയി കമ്മീഷൻ, BN ശ്രീകൃഷ്ണ കമ്മീഷൻ, P രാധാകൃഷ്ണൻ കമ്മീഷൻ. 52ാം ചോദ്യം ഉത്തരം VK മോഹൻ കമ്മീഷനാണ് ഉത്തരം. 53 താഴെപ്പറയുന്നതിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ D ആണ്. 54 വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി സർവുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, എക്കോളജിക്കൽ ഹോട്ട് സ്പോട്ടുകൾ. നാഷണൽ പാർക്കുകൾ 54A ആണ് ഉത്തരം. താഴെപ്പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹസ്വ? വെള്ളായണി ഹസ്വ ഏത് കാർഷിക വിളയിൽ ഉൾപ്പെടുന്നതാണ്? ഓപ്ഷൻ ബി കിഴങ്ങ് വർഗ്ഗമാണ് ഉത്തരം. 56 വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ഡി ഡയറിയ ആണ്. 57 മനുഷ്യ രക്തപരിചരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു, എല്ലാ സെല്ലുകളും അശുദ്ധ രക്തം വഹിക്കുന്നു, കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു, ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു. മനുഷ്യ രക്തപരിചരണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. 57 ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രസ്താവന 4 ആണ് ശരി, ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. 58ാമത്തെ ചോദ്യം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. ഓപ്ഷൻ ഡി ഇ കോളി ബാക്ടീരിയ. അതാണ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. 59 കമ്പ്യൂട്ടറിലെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനി. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന എലോൺ മസ്കിന്റെ കമ്പനി. ടെസ്ല, സ്പേസ് എക്സ്, ഇൻസ്പേസ്, ന്യൂറലിങ്ക് കോർപ്പറേഷൻ ആണ് ശരിയായ ഉത്തരം. ആറ്റത്തിലെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആറ്റത്തിലെ എന്തിന്റെ കണക്ഷനാണ്? ഇലക്ട്രോണിന്റെ കണക്ഷനാണ് ജെ തോംസൺ കണ്ടെത്തിയത്. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരം ഏത്? 61 സി കൽക്കരിയാണ് ക്രിസ്റ്റലാകൃതി അല്ലാത്ത കാർബണിന്റെ രൂപാന്തരം. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏതാണ്? എല്ലാ ധാതുക്കളും അയിരുകളാണ്. ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. എളുപ്പത്തിനും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാവണം.
1 മാത്രം ശരിയാണ്, 2 മാത്രം ശരിയാണ്, 1 2 മാത്രം ശരിയാണ്, 2 3 മാത്രം ശരിയാണ്. 62 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2 3 മാത്രം ശരിയാണ്. അതായത് ലോഹത്തിന്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം, എളുപ്പത്തിൽ ചെലവ് കൂടുന്ന രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം. 63ാമത് ചോദ്യം, ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഓപ്ഷൻ എ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു. 64 ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 64 ഓപ്ഷൻ ബി 1 and 2 മാത്രം ശരിയാണ്. അതായത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സിനും 2,000 ഹെർട്സ് വരെയാണെന്നുള്ളത് തെറ്റാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കാണ്. ഓക്കെ, 2,000 ഹെർട്സ് അല്ല, 20,000 ഹെർട്സിന് ഇടയ്ക്കാണ്. അതാണ് ശരി. ഓപ്ഷൻ ബി 1 and 2 മാത്രമാണ് ശരി.